അച്ഛാ, ചടങ്ങ് പ്രകാരം ആകാശും ചാരുവും കഴിയേണ്ടത് ഇന്ന് ചാരുവിന്റെ വീട്ടിലല്ലേ? ശാന്തപ്പ മാമന്റെയും കുഞ്ഞുമോളാന്റിയുടെയും നമ്മളുള്ള വഴക്ക് കാര്യമാക്കണോ? നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ? ശരിക്കും അതിന്റെ ആവശ്യമില്ല. എന്നാലും ശാന്തപ്പനെ വിളിച്ചൊന്ന് ചോദിക്കാം. ആകാശം ചാരുവും ജീവിതം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഞാൻ ശാന്തപ്പനെ വിളിച്ച് പറയാം, ആകാശം ചാരുമോളും അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വേണ്ട, ഞാൻ വിളിക്കാം. നിന്നോട് നീ അയാൾ വഴക്കിന് വരണ്ട. എന്താണാവോ വിളിയുടെ ഉദ്ദേശം? ശാന്തപ്പ, ചാരുമോളുടെ ആകാശിന്റെ ആദ്യ രാത്രി ചടങ്ങ് പ്രകാരം അവിടെയാ. എന്തോന്ന്? ആദ്യ രാത്രിയാ? ചടങ്ങോ? നാട്ടു നടപ്പ് മര്യാദ അനുസരിച്ചാണോടോ താൻ അവരുടെ കല്യാണം നടത്തിയത്? ചേട്ടനെ കൊണ്ട് കെട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഹനീനെ കൊണ്ട് കെട്ടിച്ചു. ഇത് ചടങ്ങാണോടോ? ചടങ്ങാണത്ര ചടങ്ങ്. എപ്പോ ആ ചെറുക്കൻ അവളെ കെട്ടിയോ ആ നിമിഷം മുതല് അവളെനിക്ക് മകളല്ല. എന്താ മാഷെ, ആദ്യ രാത്രി ഒന്നും നടത്താനുള്ള സ്ഥലം ആയിരപ്പറയിലില്ലേ? ശാന്തപ്പ, ഒന്ന് വച്ചിട്ട് പോടോ. ചടങ്ങടത്താൻ വന്നേക്കുന്നു. എന്താ അച്ഛാ, ശാന്തപ്പ മാമൻ എന്ത് പറഞ്ഞു? അയാളുടെ സ്വഭാവം അറിയാലോ. ചാരുമോളെ ഇനി അയാൾ അംഗീകരിക്കില്ലെന്ന്. അല്ലെങ്കിൽ അയാളെന്ന ഇവളെ അംഗീകരിച്ചിട്ടുള്ളത്. ശാന്തപ്പനെ നീ ഒരു മറുപടിയെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇനി ഇതാ നിന്റെ വീട്. സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചാ മതി നീ. ആ, അത് തന്നെയാണല്ലേ ഇവിടെ ചെറുപ്പം മുതലേ മോഹിച്ചോണ്ടിരുന്നത്. പറയുമ്പോ ചെക്കൻ ആകാശ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് വന്ന് അവന്റെ ജീവിതത്തിലേക്ക് കയറേണ്ടതായിരുന്നു. ദൈവമേ, അനാഥയെ തലയിലേറ്റാനായി യോഗം. ഹേമേ, ഇനിയൊരു വാക്ക് നീ ചാരുമോളെ കുറിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യാ? സത്യം ഞാൻ പറഞ്ഞുള്ളൂ. അമ്മേ, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാതെ വഴക്കിന് വരരുതെന്ന്. അമ്മ ഇനി വന്നേ വാ. അച്ഛന് പറയാലോ അല്ലേ? അത് പിന്നെ ചാരുമോളെ, നിന്റെ അമ്മായിയുടെ നാക്കെന്ന് വരുന്ന വാക്കും നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ. അത് വിട്ടേക്ക് മോളെ. സാർ, ഒരു സ്യൂട്ട് റൂം വേണം. ഐ ഡി കാർഡ് കയ്യിലുണ്ടോ? ഐ ഡി കാർഡ് ഇപ്പൊ തന്നെ വേണം. വേണം സാർ. ഐ ഡി കാർഡ് ഉണ്ടെങ്കിലേ റൂം തരാൻ പറ്റത്തുള്ളൂ. എന്താ സാർ? ഒന്നുമില്ല. സാർ, റൂം റെന്റ് 12 അവേഴ്സിന് 3000 ഒരു 2000 അഡ്വാൻസ്. അതിനെന്താ? അജീഷേ, ആ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ദാതാക്കോൻ വരൂ സാർ. അജീഷ് നല്ല പേര്. അതെ സാർ.
അജീഷിന്റെ വീട് ഇവിടെ അടുത്താണോ? ആ തൊട്ടടുത്ത. ആ ആ പിന്നെ അജീഷിന് ഒരു ഹെൽപ്പ് വേണം. എന്താ സാർ? ഇവിടെ അടുത്ത് ബിവറയുണ്ടോ? ഉണ്ട് സാർ. എനിക്ക് 1 ലിറ്റർ സാധനം മേടിച്ചു തരാൻ പറ്റുമോ? വേണമെങ്കിൽ അജീഷ് വാങ്ങിച്ചോ. അതിനെന്താ സാർ, വാങ്ങിത്തരാം. സാറിന് ഏത് ബ്രാൻഡാ വേണ്ടത്? വിസ്കി ആയിക്കോട്ടെ, ലോക്കൽ വേണ്ട, കുറച്ച് മുന്തി ഇനം തന്നെ ആവട്ടെ. ഓക്കെ സാർ. ദാ 2000 ഉണ്ട്. ആ ശരി സാർ. ചേച്ചി, ചാരു മോളെ, അത് പോട്ടെ. നീ ഇപ്പോഴും അമ്മ പറഞ്ഞത് ആലോചിച്ചിരിക്കുവാണോ? എങ്ങനെ ആലോചിക്കാതിരിക്കോ ചേച്ചി? ഞാൻ ഈ വീട്ടിൽ വന്ന് കയറെടുത്തുന്നായിരുന്നില്ലേ അമ്മയുടെ ആഗ്രഹം? മണ്ഡപത്തെ അരവിന്ദേട്ടനെ മാറ്റിയത് അമ്മായിയല്ലേ? അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അമ്മായിക്ക് എന്നോട് എത്രമാത്രം വെറുപ്പുണ്ടെന്ന്. അമ്മ പറയുന്നത് കാര്യാക്കണ്ട ചേച്ചി. അമ്മയ്ക്ക് ചേച്ചിയോട് വെറുപ്പുണ്ടാവും. പക്ഷെ ഞങ്ങളെല്ലാവരും ചാരു ചേച്ചി ഇവിടെ വന്ന് കയറാൻ കാത്തിരുന്നവരാ. ചാരു, നീ അച്ഛന്റെ സന്തോഷം ശ്രദ്ധിച്ചോ? മനസ്സിലെ ആഗ്രഹം സാധിച്ചതിന് സന്തോഷമാ. ബാലമാമന്റെ സന്തോഷം മാത്രം പോരല്ലോ ചേച്ചി, അമ്മായിക്കും കൂടി സന്തോഷം വേണ്ടേ? അമ്മായിക്ക് എന്നോടുള്ള ദേഷ്യം പണ്ടേ എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്ക് ഈ വീടുമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ വീട്ടിലല്ലേ കഴിയണ്ടേ? എന്നോടുള്ള ദേഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തെ ഇല്ലാതാക്കും. എത്ര സന്തോഷത്തോടെ അക്കുചേട്ടൻ ഉണ്ടായിരുന്നത് ഇപ്പൊ കണ്ടില്ലേ? ഒന്ന് ചിരിക്കുന്നുണ്ടോ? എന്നെ കുറിച്ച് അക്കുചേട്ടൻ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? അക്കുചേട്ടന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. ശേ, അങ്ങനെയൊന്നുമില്ല. ബാലമാമന്റെ വാക്ക് കേട്ട് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നില്ലേ? അതെങ്ങനെ അക്കുചേട്ടൻ അംഗീകരിക്കും? ഞാൻ കണ്ടിട്ടുള്ള അക്കുചേട്ടൻ ഇങ്ങനെയല്ല. ഞാൻ കാരണം അക്കുചേട്ടന്റെ സന്തോഷവും മാഞ്ഞുപോയി. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി